നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിൾ പേക്കകത്ത് നമ്മൾ ഒരുപാട് പേയ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പല ആളുകളും പ്രയാസപ്പെടുന്ന ഒന്നാണ് നമ്മൾ ആർക്കെങ്കിലും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. കാരണം ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ ആർക്കെങ്കിലും പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേക്കകത്ത് നിന്ന് എങ്ങനെ അത് ഹൈഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാമെന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. രണ്ട് ഓപ്ഷനും നമ്മുടെ ഗൂഗിൾ പേക്കകത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്, റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ നിങ്ങൾ സാധാരണ ഗൂഗിൾ പേക്കകത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് ഏതാണ് സെറ്റിങ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളതിന് വേണ്ടി ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ പേയ്മെൻറ്റ് ചെയ്തെടുക്കുന്ന ആളുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പേയ്മെൻറ്റ് ലിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും പേർക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ബില്ല്, അതുപോലെ തന്നെ കറണ്ട് ബില്ലൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതെങ്കിൽ സാധാരണ നമുക്ക് ഇതിനകത്തൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തി ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. കാരണം നമ്മൾ കാമുകന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്കൊക്കെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് വീട്ടിലുള്ളവരോ മറ്റാരെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ പേ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണുന്നുള്ള ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. നിങ്ങൾ ഏത് വ്യക്തിയാണോ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. പേരിൽ അല്ലെങ്കിൽ ആ ഫോട്ടോയിലൊന്ന് വിരലുപയോഗിച്ചൊന്ന് ലോങ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഒരു 2 സെക്കൻഡ് നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവിടെ കാണാതെ ഹൈഡ് ഫ്രം ദി സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്ക്രീനിൽ നിന്ന് ആ വ്യക്തിയെ നമുക്ക് ഹൈഡ് ചെയ്ത് കളയാൻ സാധിക്കും. ഈ ലിസ്റ്റിൽ നിന്ന് ആ വ്യക്തി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. ഇനി ഇത് റിമൂവ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു വ്യക്തിയെ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് കാണാം. ഇതിൽ നിന്ന് എനിക്ക് ഏത് പേയ്മെൻ്റ് ആണോ റിമൂവ് ചെയ്ത് കളയേണ്ടതെങ്കിൽ ആ പേയ്മെൻറ്റ് എനിക്ക് റിമൂവ് ചെയ്ത് കളയാൻ ഇവിടെ ക്ലിക്ക് ചെയ്താലൊന്നും നമുക്ക് സൗകര്യമില്ല. പക്ഷേ ഇതെങ്ങനെ റിമൂവ് ചെയ്ത് കളയാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗൂഗിൾ പേക്കകത്ത് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും. ഇതാ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് ഈ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ, ഈ സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മൂന്നാമതായിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഏറ്റവും മുകളിൽ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ബ്ലൂ കളറിൽ ചെറുതായിട്ടൊന്ന് കാണാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗൂഗിൾ പേ ഹിസ്റ്ററികൾ ആരും കാണാതിരിക്കുന്നതിന് വേണ്ടി ഇത് ലോക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ അത് ചെയ്ത ആളുകൾ ഇതുപോലെ വെരിഫൈ എന്ന് കാണും. അത് കാണുന്ന ആളുകൾ ഇതുപോലെ അവിടെ വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. നിങ്ങൾ സ്ക്രീൻ നമ്പറാണ് ലോക്ക് കൊടുത്തെങ്കിൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫിംഗർ ലോക്ക് ആണെങ്കിൽ ഫിംഗർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കാണാൻ നോക്കി ഞാനിവിടെ കഴിഞ്ഞ ദിവസം പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് 1500 കാണാനുണ്ട്. അതുപോലെ തന്നെ ആർക്കാണോ അയച്ചു കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. 90, അതുപോലെ തന്നെ 110. നിങ്ങൾ ഓരോ സ്ഥലത്തേക്കും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത 10,000 ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എത്ര പേർക്ക് നിങ്ങൾ ഏത് ദിവസം ആർക്ക് പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ മുഴുവനായിട്ട് താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏത് വ്യക്തിയാണോ റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളിപ്പോൾ ഞാനിവിടെ കാണാൻ സാധിക്കും ഏപ്രിൽ 13 1500 രൂപ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കാണ് അയച്ചത്, ഏത് സമയത്താണ് അയച്ചത്, അത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതാ അവസാനത്തിൽ കാണുന്ന ഈ ഇൻറ്റു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കാണുന്ന ഈ ഇൻറ്റു ബട്ടൺ, നേരെ കാണുന്ന ഇൻറ്റു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ ക്യാൻസലായി പോകും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഗൂഗിൾ പേക്കകത്ത് എങ്ങനെയാണ് പേയ്മെൻറ്റ് ഹൈഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.